ഹായ്, എല്ലാവർക്കും നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുംബൈയിലെ അലീനയുടെയും മനുശങ്കറിൻ്റെയും വരാൻ പോകുന്ന ആഴ്ചയിലെ കഥ കേൾക്കാം. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് തന്നെ ചാനലിലൂടെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. CI ഗോപാലകൃഷ്ണ പണിക്കരും SI രമേശ് നമ്പ്യാരും കൂടി ചേർന്ന് അലീനയെ ജീപ്പിൽ കളപ്പാട്ടൂർ വീട്ടിലോട്ട് കൊണ്ടുവിടുകയാണ്. ആ സമയത്ത് തന്നെ കൃഷ്ണജ വാതിൽ തുറന്ന് നോക്കുമ്പം അലീനയായിട്ട് പോലീസുകാർ വരുന്നുണ്ട്. കൃഷ്ണജ ഓടിച്ചെന്ന് വാതിൽ തുറന്ന് അലീനയെ കെട്ടിപ്പിടിച്ച് അകത്തോട്ട് കൊണ്ടുപോകും. അതിനുശേഷം SI നോക്കുന്ന സമയത്ത് വീടിൻ്റെ ഫ്രണ്ടിലെല്ലാം കുറേ മടലും കല്ലും എല്ലാം കിടക്കുന്നു. ജനൽ ഗ്ലാസ് എല്ലാം അടിച്ച് പൊട്ടിച്ചേക്കുന്നു. പറയുന്നു പീഡന വിരുദ്ധൻ്റെ വീടല്ലേ, അതുകൊണ്ടായിരിക്കും നാട്ടുകാർ കയറി തല്ലി നശിപ്പിച്ചിട്ടേക്കുമായിരിക്കും എന്ന് പറഞ്ഞ് അവർ തിരിച്ചു പോന്നു. അകത്ത് കയറുന്ന കൃഷ്ണജ അലീനയോട് സംസാരിക്കുന്നു. എന്താ ചേച്ചി, ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ട് പോയിട്ട് ഇത്രയും താമസിച്ചതെന്ന് ചോദിക്കുമ്പം പറയും, അത് മോളെ അവരൊരു കംപ്ലയിൻറ്റ് തയ്യാറാക്കി വെച്ചിരുന്നു. ആ കംപ്ലയിൻറ്റ് ഞാൻ ഒപ്പിടണമെന്ന് പറഞ്ഞാണ് അവർ ഇത്രയും നേരം എന്നെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരുന്നത്. എന്ത് കംപ്ലയിൻറ്റാണ് ചേച്ചി എന്ത് കുറ്റം ചെയ്തു? ഞാനൊരു തെറ്റും ചെയ്തില്ല മോളെ. മുമ്പ് ഹരിശങ്കറും രോഹിതും ചേർന്ന് ജ്യൂസിൽ മയക്കുമരുന്ന് കലർത്തി എന്നെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് അവരൊരു പരാതി എഴുതി വെച്ചിട്ടുണ്ട്. ആ കംപ്ലയിൻറ്റിൽ ഞാൻ ഒപ്പിട്ടതിന് ശേഷം മാത്രമേ എന്നെ വിടത്തുള്ളൂ എന്ന് പറഞ്ഞാണ് ഇത്രയും നേരം സ്റ്റേഷനിൽ 8 മണിക്കൂറോളം ആഹാരമോ വെള്ളമോ തരാതെ എന്നെ അവർ ആ സ്റ്റേഷനിൻ്റെ മുന്നിൽ പിടിച്ചിരുത്തിയെന്ന് പറയും. ചേച്ചി എന്തായി പറയുന്നത്? അതേ മോളെ, ഞാൻ ഒപ്പിട്ട് കൊടുത്തിരുന്നെങ്കിൽ എന്നെ അവരെപ്പോഴേ വിട്ടേൻ്റെ. ഇത് ഞാൻ ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറല്ലെന്ന് പറഞ്ഞ് കുറച്ച് നേരം മുമ്പേ CI റൂമിലോട്ട് വിളിച്ചു വരുത്തി എന്നെ വളരെ മോശമായ രീതിയിലാണ് എന്നോട് സംസാരിച്ചതും പെരുമാറിയതും. DYSP സാർ ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് എനിക്ക് ഇപ്പോഴെങ്കിലും വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറ്റിയെന്ന് പറയും. ആരാഴ്ച DYSP അറിയിപ്പിച്ചത്? അറിയത്തില്ല മോളെ. എന്തായാലും സാറ് വന്നതുകൊണ്ട് മാത്രമാണ് എന്നെ സ്റ്റേഷനിൽ നിന്ന് അവരുടെ കൂടെ വീട്ടിലോട്ട് എന്നെ പറഞ്ഞയച്ചതെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന കൃഷ്ണജിക്ക് നല്ല വിഷമമുണ്ട്. എനിക്കൊരിക്കലും കഴിയത്തില്ല മോളെ രോഹിത്തിനെതിരെ പരാതി കൊടുക്കാൻ. രോഹിത് എൻ്റെ സ്വന്തം സഹോദരനാണ്. രോഹിത്തിന് അന്ന് അങ്ങനെ ഒരു അബദ്ധം കാണിച്ചു വെച്ചു. അത് ആ കൊല്ലപ്പള്ളിയിലെ ഹരിയും കൂടി ചേർന്ന് അവനെക്കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിച്ചതാണ്. അതിനുശേഷം എങ്ങനെയെങ്കിലും നമുക്ക് രോഹിത്തിനെ ജാമ്യത്തിലെടുക്കാൻ ശ്രമിക്കണം. ഗോവർദ്ധനെങ്കിൽ വക്കീലിനെ കാണുന്നുണ്ട്. ഇപ്പം ഞാൻ ഈ കംപ്ലയിൻറ്റ് ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും രോഹിത്തിന് ജാമ്യം കിട്ടത്തില്ല. അവർക്ക് ഇപ്പോഴത്തെ പീഡന കേസ് ഒന്നും കൂടി ബലപ്പെടുത്താൻ വേണ്ടിയാണ് അവർ കംപ്ലയിൻറ്റ് തയ്യാറാക്കിയിട്ട് എന്നെക്കൊണ്ട് ഒപ്പിടിപ്പിക്കാൻ ശ്രമിക്കുന്നത്. കേസിലകപ്പെട്ട പ്രതികൾക്ക് മുൻപും ഇതുപോലുള്ള ക്രൈം ചെയ്യുന്ന ആൾക്കാരാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ഈ കേസിന് ഒന്നും കൂടി ബലം കിട്ടും. പിന്നെ രോഹിത്തിന് ജാമ്യം കിട്ടില്ല. എത്രയും പെട്ടെന്ന് തന്നെ രോഹിത്തിന് ജാമ്യം കിട്ടണം. ജാമ്യം കിട്ടിയതിന് ശേഷം രോഹിത് പുറത്തിറങ്ങിയതിന് ശേഷം മാത്രമേ ഈ കൃത്യത്തിൽ രോഹിത്തിന് എന്തെങ്കിലും പരോക്ഷമായിട്ടോ പ്രത്യക്ഷമായോ എന്തെങ്കിലും പങ്കുണ്ടോ നമുക്ക് രോഹിത്തിൻ്റെ വായിൽ നിന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് മോളെ ഞാൻ ഒപ്പിടാഞ്ഞെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് കൃഷ്ണജിക്ക് നല്ല സങ്കടം വരും. കൃഷ്ണജ അലീനയെ കെട്ടിപ്പിടിച്ചാൽ കരയുവാണ്. ഇത്രയും ഒരു നല്ല മനസ്സ് അലീനയ്ക്കുണ്ടെന്നുള്ള കാര്യം വൈജയന്തി പോലും മനസ്സിലാക്കുന്നില്ല. ശേഷം രാവിലെ പത്രങ്ങളിലും ചാനലിലും ഫോണിലും എല്ലാം പീഡന സംബന്ധമായ വാർത്തകളും ഫോട്ടോകളുമാണ് വരുന്നത്. ഹോസ്പിറ്റലിൽ കിടക്കുന്ന വൈജയന്തി വാങ്ങിച്ചു നോക്കുന്ന പത്രത്തിനകത്തും രോഹിത്തിൻ്റെയും ഹരിശങ്കറിൻ്റെയും എല്ലാം ഫോട്ടോയും കൈവിലം കാണിഞ്ഞ് നിൽക്കുന്ന ഫോട്ടോയൊക്കെയാണ് കാണുന്നത്. ബാലചന്ദ്രൻ പത്രം ഒരു കാരണവശാലും ഗോവർദ്ധൻ കാണിക്കുന്നില്ല. ഒന്നാമത് സുഖമില്ലാതെ കിടക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ പത്രം കാണണമെന്ന് ആവശ്യപ്പെട്ടിട്ടും ഗോവർദ്ധൻ പറയും, വേണ്ട, തൽക്കാലം ബാലേട്ടൻ വാർത്തകളൊന്നും അറിയണ്ട. അതുകൊണ്ടാണ് അലീന ഫോൺ പോലും വാങ്ങിച്ച് വീട്ടിലോട്ട് കൊണ്ടുവച്ചത്. അതിനുശേഷം കുറച്ച് നേരം കഴിഞ്ഞ് അലീന ചായയൊക്കെ ഇട്ടുകൊണ്ട് കൊടുക്കുന്നു. ആ സമയത്ത് കൃഷ്ണജ ചായയൊന്നും കുടിക്കാതിരുന്ന് കരയുവാണ്. പത്രത്തിലെ വാർത്ത കണ്ടുകൊണ്ട് കൃഷ്ണജ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ, നീ ചായ കുടിക്കുക. എനിക്ക് വേണ്ട ചേച്ചി, എനിക്കൊന്നും കഴിക്കാനൊന്നും തോന്നുന്നില്ലെന്നൊക്കെ പറയും. അതിനുശേഷം കൃഷ്ണജയെ അലീനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ബബിതയുടെ മുറിയിൽ ചെന്നിട്ട് ബബിതയ്ക്ക് ചായ കൊടുക്കാൻ വിളിക്കുന്നുണ്ട്. ആ സമയം ബബിത ഇറങ്ങി വന്നിട്ട് അലീനയോട് ചൂടാവുന്നു. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വന്നെടുത്ത് കുടിച്ചോളാം, നീ എന്തിനാ എൻ്റെ മുറിയിൽ കയറി വരുന്നതെന്ന് ചോദിക്കും. ശേഷം പറയും, മോളെ, ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നീ എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടരുത്. നിങ്ങൾക്കും കൂടി വേണ്ടിയില്ലേ ഞാനിവിടെ നിൽക്കുന്നത്. നീ ഇവിടെ നിൽക്കണം. നീ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോകാവൂ. നീ വന്നതിന് ശേഷമാണ് ഈ വീട്ടിൽ ഇത്രയും പ്രശ്നങ്ങളുണ്ടായത്. അതിന് മുമ്പ് ഒരു കുഴപ്പമില്ലാതെ പൊയ്ക്കൊണ്ടിരുന്നതാണ്. നീ കാരണം എൻ്റെ അച്ഛനും അമ്മയും ആശുപത്രിയിലായി, രോഹിയേട്ടൻ ജയിലിലായി, എല്ലാത്തിനും നീയാ കാരണം. എങ്ങനെ ഇങ്ങോട്ടെങ്കിലും ഇറങ്ങി പോകുമെന്നൊക്കെ പറഞ്ഞ് അലീനയോട് ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അലീനയെ പുറത്താക്കി കതവ് പിടിച്ചാൽ അടയ്ക്കുകയാണ്. അലീനയ്ക്ക് നല്ല സങ്കടം വിഷമിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് പുറത്ത് കോളിംഗ് ബെല്ല് അടിക്കുന്നത്. കോളിംഗ് ബെല്ല് കഥക് തുറന്ന് നോക്കുന്ന അലീന കാണുന്നത് മനുശങ്കറിനെയാണ്. വിഷമിച്ച് വിളറി നിൽക്കുന്ന മനുശങ്കറിൻ്റെ മുഖമാണ്. അലീന ഓടി ചെന്നിട്ട് മനുവേട്ടാന്ന് പറഞ്ഞാൽ കരയാണ്. നിന്നെ പോലീസുകാർ വിട്ടു അലീന, എന്താ അവിടെ സംഭവിച്ചതെന്നൊക്കെ പറയും. ഞാൻ കൃഷ്ണജ വിളിച്ചു പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങോട്ട് വരാൻ പോയതാണ്. എനിക്ക് അമ്മ തടഞ്ഞതുകൊണ്ട് മാത്രമാണ് എനിക്ക് വരാൻ പറ്റാതായി പോയത്. ഞാൻ ഒരുപാട് വിഷമിച്ചു. ഞാൻ ഗോവർദ്ധനങ്ങളിനെ വിളിച്ച് വിവരങ്ങളൊക്കെ അന്വേഷിച്ചായിരുന്നു. ഗോവർദ്ധനങ്ങൾ സ്റ്റേഷനിൽ വന്നിരുന്നു. അങ്കിളിനെ കാണാൻ CI അനുവദിച്ചില്ലെന്ന് പറയും. ഇതൊക്കെ കേൾക്കുന്ന അവിടെ നടന്ന കാര്യങ്ങളെല്ലാം മനുശങ്കറിനോട് അലീന പറയുകയാണ്. എന്താണ് അവരുടെ കണ്ടീഷൻ? അത് മുമ്പ് ഹരിശങ്കറും രോഹിതും ചേർന്ന് പീഡിപ്പിച്ച ഒരു കംപ്ലയിൻറ്റ് എഴുതി വെച്ചിട്ടുണ്ട്. ആ കംപ്ലയിൻറ്റിൽ ഞാൻ ഒപ്പിടണമെന്ന് പറഞ്ഞ് ആണ്
അവരെന്നെ സ്റ്റേഷനിൽ പിടിച്ചു വെച്ചിരുന്നത്. എനിക്കതിൽ പരാതിയില്ലാത്ത എന്നെ കൊണ്ട് ബലാത്കാരമായി പരാതിയിൽ ഒപ്പിടിപ്പിക്കാൻ അവർ ശ്രമിച്ചത്. DYSP സാറ് വന്നതുകൊണ്ട് മാത്രമാണ് മനുവേട്ട എനിക്ക് ഇപ്പോഴെങ്കിലും വീട്ടിലെത്താൻ കഴിഞ്ഞതെന്ന് പറയും. DYSP നേരിട്ട് ഇങ്ങനൊരു കേസിൽ ഇടപെടുമോ അലീന എന്ന് നോക്കിയാൽ പറയും. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, DYSP സാറാണ് എന്നെ രക്ഷപ്പെടുത്തിയെന്ന് പറയും. ഇപ്പോൾ കൃഷ്ണജി പറയും, ചേച്ചി പോലീസുകാർ ചേച്ചിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചുകൊണ്ട് പോയ സമയത്ത് രേവതിക്കുട്ടി ചേച്ചി എന്നെ വിളിച്ചിരുന്നു. രേവതിക്കുട്ടി ചേച്ചിയോട് ഞാൻ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. രേവതിക്കുട്ടി ചേച്ചിയുടെ ഗ്രേസി ആൻറ്റിയുടെ ഒരു ഡിസ്റ്റൻറ്റ് റിലേറ്റീവ് ഉണ്ട്, കുര്യച്ചൻ അങ്കിളിൻ്റെ ഡോട്ടൻലോട അച്ഛൻ പാല DYSP ആണ്. സാറായിരിക്കും ഒരുപക്ഷെ ചേച്ചിയെ രക്ഷപ്പെടുത്തിയെന്ന് പറയും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും അലീന എന്നൊക്കെ അലീനയോട് മനുഷ്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അത് കേൾക്കുമ്പം അവർ തമ്മിൽ അതിനുശേഷം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കും. അതിനുശേഷം ബബിത എന്ത് ചെയ്യും, ബബിത ചേച്ചി എപ്പോഴും മുറിയിലെ മനുവേട്ട കതക് തുറക്കത്തില്ല, ഞാൻ ചെന്ന് വിളിച്ചാൽ പോലും എന്നോട് ഭയങ്കര ദേഷ്യം എന്നൊക്കെ പറയും. അങ്ങനെ മനുവേട്ട എന്തിനും കഴിച്ചോ, ഇല്ല ഇതുവരെ ഒരു കഴിച്ചതും ഇല്ല, ഒന്നുമില്ല, നീ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടെങ്കിൽ എനിക്ക് എടുത്തു നോക്കാൻ പറയും. മനുവേട്ട ഇരിക്കുമെന്ന് പറഞ്ഞാൽ അലീന ഭക്ഷണമൊക്കെ എടുക്കാനായിട്ട് പോകും. ആ സമയത്ത് മനുഷ്യങ്കർ ചെന്ന് ബബിതയുടെ റൂമിൽ തട്ടി വിളിക്കുകയാണ്. അങ്ങനെ ബബിത കതക് തുറക്കും. എന്തിനാ ബബിത നീ ഇപ്പോഴും മുറി അടച്ചിങ്ങനെ അകത്തിരിക്കുന്നത്, നിൻ്റെ അച്ഛനും അമ്മയും ഹോസ്പിറ്റലിലാണ്, അനിയൻ പീഡന കേസിൽ ജയിലിലാണ്, പിന്നെ നീ എന്തിനാ എപ്പോഴും ഇങ്ങനെ അകത്ത് കയറിയിരിക്കുന്നു, നീ കുറച്ച് നേരം പുറത്തൊക്കെ ഇറങ്ങി, കൃഷ്ണജി ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, കൃഷ്ണമോൾ വിഷമിച്ചിരിക്കുമില്ല, ഈ ഒരു സമയത്ത് നീ വേണ്ടി അവൾക്കൊരു ആശ്വാസം കൊടുക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊന്നും ബബിതയ്ക്ക് അങ്ങോട്ട് തീരെ ഇഷ്ടപ്പെടുന്നില്ല. ഈ ഒരു സമയത്ത് അലീനയാണ് നിങ്ങളെ നോക്കുന്നത്, അലീനയ്ക്ക് വേണമെങ്കിൽ നിങ്ങളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകാം, എന്നിട്ട് അവൾ ചെയ്യുന്നില്ലല്ലോ, നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും നോക്കിയും അങ്കിളിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നില്ല, ഇനിയെങ്കിലും നീ കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറണം എന്നൊക്കെ പറഞ്ഞ് ബബിതയെ കുറച്ച് ഉപദേശിക്കുന്നുണ്ട്. ഇതൊന്നും ബബിതയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല, എങ്കിലും തിരിച്ചൊന്നും പറയാതെ ബബിത ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുകയാണ്. ശേഷം അലീന മനുവിനോട് പറയുന്നു, മനുവേട്ട നമുക്ക് എങ്ങനെയെങ്കിലും രോഹിത്തിനെ ജയിലിൽ നിന്ന് ഇറക്കണം, ജയിലിൽ നിന്ന് ഇറക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് അതിനെക്കുറിച്ച് സത്യാവസ്ഥ എന്തോന്ന് കേസിനെ കുറിച്ച് അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പോൾ പോലീസുകാർ പറഞ്ഞ കാര്യങ്ങൾ മാത്രമേ നമുക്ക് അറിയത്തുള്ളൂ. ഗോവർദ്ധൻ അങ്കിൾ വക്കീലിനെ കാണുന്നുണ്ട്. എന്തായാലും അച്ഛനും ഉടനെ തന്നെ നാട്ടിലേക്ക് വരും. ഞാൻ അച്ഛനെ വിളിച്ച് വിവരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് ഈ കേസിലൊന്നും ഇടപെടാൻ പറ്റത്തില്ല, വേറെ ആരുമില്ല, അച്ഛനും കൂടി വരട്ടെ, അച്ഛനും കൂടി ഉണ്ടെങ്കിൽ എനിക്കൊരു ധൈര്യമാണ്. അതിനുശേഷം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിക്കാം, നിങ്ങൾ വിഷമിക്കേണ്ട, എന്തായാലും നിങ്ങൾ 3 പേരും ഒരുമിച്ച് നിൽക്കണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരെയും പറഞ്ഞ് സമാധാനിപ്പിച്ചിട്ട് മനുശങ്കർ അങ്ങ് പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് കോടതിയാണ്. കോടതിയിൽ പീഡനക്കേസിലകപ്പെട്ട പ്രതികൾ ഹരിശങ്കറിനെയും രോഹിത്തിനെയും പിന്നെ ഹരിശങ്കറിനെ 2 കൂട്ടുകാരെയായിട്ട് പോലീസുകാർ വാനിൽ കൊണ്ടുവരികയാണ്. പീഡനക്കേസിലെ പ്രതികളെ കൊണ്ടുവരുന്ന അറിഞ്ഞുകൊണ്ട് ചാനലുകാരും പത്രക്കാരും എല്ലാവരും അങ്ങ് പോലീസിനെ അങ്ങ് ചുറ്റി നിൽക്കുകയാണ്. കുറേ പേരുടെ കയ്യിൽ മുട്ടയും പഴുത്തോലിയൊക്കെ ഉണ്ട്. എല്ലാവരും അവരെ ഉപദ്രവിക്കാനായിട്ട് തന്നെ നിൽക്കുകയാണ്. പോലീസുകാരിങ്ങനെ ചുറ്റും കൂടി നിന്നാണ് പ്രതികളെ കോടതിക്കകത്തോട്ട് കൊണ്ടുപോകുന്നത്. അതിനുശേഷം ഇവരെ കൊണ്ടുവരുന്നത് മനുശങ്കറും ഗോവർദ്ധനും കാണുന്നുണ്ട്. 2 പേരും കോടതിയിൽ തന്നെ നിൽപ്പുണ്ട്. കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കുമെന്ന് കരുതിയാണ് വരുന്നത്. പക്ഷേ കോടതി 15 ദിവസത്തേക്ക് അവരെ റിമാൻഡ് ചെയ്യും. ഇതറിയുമ്പോൾ വന്ന് മനുഷ്യനോട് പറയും, മനു അവരെ 15 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തേക്കുക, ഇനി എന്ത് ചെയ്യും, ഇനി എന്തായാലും 15 ദിവസം കഴിഞ്ഞിട്ടല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ എങ്കിലേ എന്ന് പറഞ്ഞുകൊണ്ട് അവർ 2 പേരും അങ്ങ് തിരിച്ചു പോവുകയാണ്. ഇപ്പോൾ നാട്ടുകാർ മൊത്തം ഇവരെ തല്ലാനായിട്ടും ചീത്തവിളിയും കൂവലും ഒക്കെ നടത്തുകയാണ്. അതിനുശേഷം കടപ്പാട്ടൂർ വീടാണ് കാണിക്കുന്നത്. കടപ്പാട്ടൂർ വീട്ടിലോട്ട് അങ്ങ് ഫോൺ വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും ഫോൺ വിളിക്കുന്നുണ്ട്. വൈജയന്തിയുടെയും ബാലേന്ദ്രൻ്റെയും ബന്ധുക്കളാണ് ലാൽമോണി മാറി മാറി വിളിക്കുന്നുണ്ട്. എല്ലാവർക്കും വിളിച്ചിട്ട് രോഹിത്ത് കേസിലകപ്പെട്ട കാര്യങ്ങളും രോഹിത്തിന് ഈ ക്രൈമിൽ എന്തെങ്കിലും പങ്കുണ്ടോയെന്നും അതോ അവനെ ആരെങ്കിലും അപകടത്തിൽപ്പെടുത്തിയതാണോ എന്നുള്ള ഓരോ കാര്യങ്ങളും ചോദിക്കുന്നു. അലീനയ്ക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അലീന പറയുന്നുണ്ട്. കുറേ പേര് ചീത്ത വിളിക്കാൻ വേണ്ടി മാത്രമാണ് വിളിക്കുന്നത്. ഫോൺ ഡിസ്കണക്ട് ചെയ്താലോ എന്ന് പോലും അലീന ആലോചിക്കുന്നുണ്ട്. പക്ഷേ എന്തെങ്കിലും ആവശ്യത്തിന് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചാലോ എന്നൊക്കെ കരുതി അലീന ആവശ്യമുള്ള കോളുകൾ മാത്രം എടുക്കുന്നുണ്ട്. മറ്റു കോളുകൾ വരുമ്പോൾ അലീന കട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ ഫോണിലെ സംസാരങ്ങളൊക്കെ കേൾക്കുന്ന കൃഷ്ണജ പിന്നെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൊല്ലപ്പള്ളി വീട്ടിലാണ്. കൊല്ലപ്പള്ളി വീട്ടിലും ഇതേ അവസ്ഥ തന്നെയാണ്. കമലയുടെ വീട്ടിലെ ലാൻഡ് ഫോണിലേക്കും മൊബൈലിലേക്കും എല്ലാം ഇങ്ങനെ ഫോണും രഞ്ജിനിയുടെ ഫോണിലോട്ടൊക്കെ ഇങ്ങനെ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഹരിശങ്കറിനെ കുറിച്ചാണ് അറിയേണ്ടത്. ഹരിശങ്കറാണ് 1ാം പ്രതി എന്നാണ് പറയുന്നത്. ഇതിൻ്റെ മൊത്തം സൂത്രധാരൻ ഗ്യാങ് ലീഡർ ഹരിശങ്കറാണെന്നാണ് പത്രത്തിലെ ഒരു എഡിറ്റോറിയൽ തന്നെ അങ്ങനെയാണ് കാണിക്കുന്നത്. കമലയ്ക്ക് ഇപ്പോഴും തൻ്റെ മോനോട് തെറ്റും ചെയ്തിട്ടില്ല, രോഹിത്താണ് മകനെ കുടിക്കുന്നൊക്കെയാണ് ഇപ്പോഴും കമലയുടെ ഒരു സംസാരം. വരുന്ന കോളുകളെല്ലാം അറ്റൻഡ് ചെയ്യുന്നു. എല്ലാത്തിനകത്തും എൻ്റെ മോൻ നിരപരാധിയാണെന്ന് തന്നെയാണ് കമല പിന്നെയും പറയുന്നത്. അതിനുശേഷം അവിടുന്ന് കമലയുടെ ഒരു ബ്രദർ മുഖേന ഒരു രാഷ്ട്രീയക്കാരനുണ്ട്. അവരൊക്കെ സംസാരിക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് പൈസയൊന്ന് കൊടുത്തു പോകാം, പൈസ കൊടുത്താൽ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന് കുറച്ച് പൈസ കൊടുത്ത് സ്വാധീനിച്ച് നമുക്ക് ജാമ്യത്തിലിറങ്ങാം എന്നൊക്കെ അവർ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം
ശിവശങ്കരൻ വരാനായിട്ട് എത്രയും പെട്ടെന്ന് അച്ഛൻ വരുമെന്നുള്ള കാര്യം മനുഷ്യങ്കർ അലീനയോട് പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ശിവശങ്കരൻ നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് വന്നിറങ്ങുകയാണ്. ആ സമയത്ത് തന്നെ മനുഷ്യങ്കർ ചെന്ന് അച്ഛനെ വീട്ടിലോട്ട് കൂട്ടിക്കൊണ്ട് വരികയാണ്. ബന്ധുക്കളും എല്ലാവരും വന്ന് കൊല്ലപ്പള്ളി വീട്ടിൽ നിറഞ്ഞിരിക്കുകയാണ്. ഇതിൻ്റെ സത്യാവസ്ഥ അവർക്ക് ഒരുപാട് ബന്ധുക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവരും വന്ന് ഇതിൻ്റെ കേസിലെ സത്യാവസ്ഥകളെ കുറിച്ചൊക്കെ അറിയാനായിട്ടിരിക്കുകയാണ്. കമലയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അതായത് ശിവശങ്കരൻ വീട്ടിലോട്ട് വരുന്നുണ്ട്. വന്ന് അവരോടൊക്കെ സംസാരിക്കുന്നു. അതിനുശേഷം ഗോവർദ്ധനും മനുശങ്കറും കൂടി നേരെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നുണ്ട്. ഹോസ്പിറ്റലിലോട്ട് പോകുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ ചെന്നിട്ട് പറയും, മനു നീ എന്തായി, നീ രോഹിത്തിനെ കണ്ടോ, അവന് ജാമ്യം കിട്ടുമെന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഗോവർദ്ധൻ പറയും, ഇല്ല ബാലേട്ട, ജാമ്യം കിട്ടില്ല, 15 ദിവസത്തേക്ക് അവരെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്, ഇനി 15 ദിവസത്തിന് ശേഷം എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ. വക്കീലോട് സംസാരിച്ചു, ജാമ്യം കിട്ടാൻ കുറച്ച് പാടാണ്. ആ കുട്ടിയുടെ മൊഴി അനുസരിച്ചിരിക്കും. പോലീസ് കോടതിയിൽ സമർപ്പിക്കുന്ന കുറ്റപത്രവും പീഡനത്തിനിരയായ പെൺകുട്ടിയുടെ മൊഴിയും എല്ലാം അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ജാമ്യം കിട്ടുന്നതെന്നൊക്കെ പറയും. അപ്പോൾ അവന് ജാമ്യം കിട്ടില്ലേ ഗോവർദ്ധൻ എന്നൊക്കെ പറഞ്ഞ് ബാലത്തിനങ്ങ് വിഷമിക്കുകയാണ്. എനിക്ക് ഇവിടുന്ന് ഡിസ്ചാർജ് വേണം, ആൾക്കാരുടെ നോട്ടവും സംസാരവും ഒന്നും സഹിക്കാൻ പറ്റുന്നില്ല, ഈ കിടപ്പിനെക്കാട്ടിലും ബുദ്ധിമുട്ടാണ്, എനിക്ക് ഡിസ്ചാർജ് വേണം, താൻ എന്തായാലും ചെന്നാൽ ഡോക്ടറോടൊന്ന് സംസാരിക്കാൻ പറയും. അത് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഡിസ്ചാർജ് പറ്റുമോ ബാലേട്ട, എനിക്കിപ്പോൾ പ്രശ്നമൊന്നുമില്ല, ഡോക്ടർ രാവിലെ റൗണ്ട്സിന് വന്നപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ചിലപ്പം ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞു, എന്നാലും നിങ്ങൾ പോയി സംസാരിക്കാൻ പറയും. അതിനുശേഷം മനുഷ്യങ്കർ പറയും, ആങ്ങളെ അച്ഛൻ വന്നിട്ടുണ്ട്, അച്ഛനോട് ഞങ്ങൾ കേസിൻ്റെ കാര്യമൊക്കെ സംസാരിച്ചിട്ടുണ്ട്, നമുക്ക് എത്രയും പെട്ടെന്ന് അവരെ ജാമ്യത്തിൽ ഇറക്കാൻ ശ്രമിക്കാം എന്നൊക്കെ ബാലേന്ദ്രനെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ഡോക്ടറെ ചെന്ന് ഗോവർദ്ധൻ കാണുന്നുണ്ട്. അവർ ഇപ്പം ബാലേന്ദ്രന് കുഴപ്പമൊന്നുമില്ല, നമുക്ക് ഡിസ്ചാർജ് ചെയ്യാം, ഞാൻ രാവിലെ പറഞ്ഞിരുന്നു, ഇനി വീട്ടിൽ പോയി കുറച്ച് ദിവസം റെസ്റ്റ് എടുത്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വൈകുന്നേരം അവർക്ക് ഡിസ്ചാർജ് സമ്മറിയെ കൊടുക്കും. അങ്ങനെ ബാലേന്ദ്രനും ഗോവർദ്ധനും കൂടി ചേർന്ന് ഡിസ്ചാർജായി വീട്ടിലോട്ട് വരികയാണ്. ആ സമയത്ത് അലീന ചെന്ന് അലീനയോട് സംസാരിക്കണം. അലീനെ കണ്ടതും ഗോവർദ്ധനങ്ങ് സന്തോഷം, മോളെ നീ പുറത്ത് വന്നോ, നിന്നെ പോലീസുകാർ വിട്ടോ എന്നൊക്കെ ചോദിക്കും. ഞാൻ സ്റ്റേഷനിൽ വന്നിരുന്നു എന്നൊക്കെ പറയും. അറിയാം അങ്കിള് വന്നിരുന്നു എന്ന് ഞാൻ അറിഞ്ഞു, പക്ഷേ CA സമ്മതിച്ചില്ല. അപ്പോഴത്തേക്ക് ബാലേന്ദ്രനങ്ങ് നല്ല ദേഷ്യം വരും. അതിനുശേഷം അവർ തമ്മിൽ സംസാരിക്കുകയാണ്. സ്റ്റേഷനിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം ബാലേന്ദ്രനോടും ഗോവർദ്ധനോടും എല്ലാം അലീന സംസാരിക്കുന്നുണ്ട്. അങ്ങനെ പതുക്കെ പറയും, ബാലേട്ട പതുക്കെ എന്നുകൊണ്ട് ബാലേന്ദ്രനെ പിടിച്ച് മുകളിലത്തെ റൂമിലോട്ട് കുറച്ച് ദിവസം ബാലേട്ടൻ വിശ്രമിക്കുക, ഫോണൊന്നും എടുക്കാൻ സംസാരിക്കൊന്നും വേണ്ട, പത്രത്തിലെയും TV-യിലെയും ഒന്നും ന്യൂസുകളൊന്നും ബാലേട്ടൻ കേൾക്കണ്ട, അതൊന്നും സത്യമൊന്നും ആയിരിക്കത്തില്ല, കുറേയൊക്കെ പോലീസുകാർ ഓരോന്നൊക്കെ പറയുന്നതായിരിക്കും. എന്തായാലും രോഹിത്തിന് നമുക്ക് ജാമ്യം എടുക്കാം, ജാമ്യത്തിന് ശേഷം രോഹിത്ത് പറയട്ടെ എന്താ നടന്നതെന്ന്, അതിനുശേഷം നമ്മളത് വിശ്വസിച്ചാൽ മതി എന്ന് പറയാൻ ശേഷം അലീനെ ബാലേട്ടനൊന്നും കഴിച്ചിട്ടില്ല, ബാലേട്ടനുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുക്കാൻ പറയും. അങ്ങനെ അലീന ബാലേന്ദ്രനെയും പിടിച്ച് മുകളിലോട്ട് കൊണ്ടുപോകും. അതിനുശേഷം അവരെന്ത് കൃഷ്ണജയും ബബിതയൊക്കെ എന്ത് ചെയ്യുന്നു നോക്കും. അങ്ങനെ കൃഷ്ണജയും ബബിതയൊക്കെ റൂമിലോട്ട് വരുന്നുണ്ട്. അതിനുശേഷം ബബിതയുടെ ചോദിക്കും, നീ എപ്പോഴും എന്താ മുറിയടിച്ച് കതക് അടച്ച് അകത്തിരിക്കുന്നത്, അത് ഞാൻ എന്തിനാച്ചാൽ പുറത്തിറങ്ങി കഴിഞ്ഞാൽ നാട്ടുകാർ മതിലിന് പുറത്ത് നിൽക്കുക, കല്ലെറിയലും മടലൊക്കെ എടുത്തെറിയും, ഗ്ലാസ്സും എല്ലാം പൊട്ടിച്ചിട്ടേക്കുമെന്ന് പറയും. അതൊന്നും ആലോചിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട, ഓരോന്നും ഓരോ സമയത്ത് അനുഭവിക്കണമെന്നുള്ളതുകൊണ്ടല്ലേ ഈ മുറി അടച്ചപ്പോഴും ഒറ്റയ്ക്കിരുന്ന വിഷമം കൂടും, അതുകൊണ്ട് നീ പുറത്തോട്ടൊക്കെ ഇറങ്ങിയിരിക്കണം എന്നൊക്കെ പറഞ്ഞ് ബബിതയെ ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നിടത്താണ് നമ്മുടെ വരാൻ പോകുന്ന ദിവസത്തെ കഥകളൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇനി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത രോഹിത്തിനെ ഇനി ജാമ്യത്തിൽ ഇറക്കണം. അപ്പോൾ അതിനായിട്ട് ഇനി ശിവശങ്കരനും കൊല്ലപ്പള്ളിക്കാരും എടപ്പാട്ടൂരിന്ന് ബാലേന്ദ്രനും എല്ലാവരും കൂടി ഒരുമിച്ച് അതിനു വേണ്ടി ശ്രമിക്കും. രോഹിത് നിരപരാധിയാണെന്നുണ്ടെങ്കിൽ രോഹിത്തിനെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ബാലേന്ദ്രൻ രക്ഷപ്പെടുത്തിക്കൊണ്ട് വരും. അപ്പോൾ അതിൻ്റെയൊക്കെ വിശേഷങ്ങളാണ് നമ്മൾ ഇനി വരും ദിവസങ്ങളിലൊക്കെ കാണാൻ പോകുന്നത്. അപ്പോൾ അതിനായി നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണേ. എല്ലാവർക്കും ഒരു നല്ല ദിവസം നേരുന്നു. നന്ദി.